കാര്യം നിസ്സാരം. നടക്കില്ല. എന്ത് പറഞ്ഞാലും ഗോവിന്ദ, ഞാൻ നിന്നോട് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സുള്ളപ്പോ ഞാൻ സർട്ടിഫിക്കറ്റ് തരും. നീ ഇവിടെ വന്ന് വേണം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി പോടോ. ശിശുപാല, അടിച്ചിന്റെ പല്ല് ഞാൻ താഴെ പാവപ്പെട്ട ഒരു ആവശ്യത്തിന് വരുമ്പോ കണ്ണിച്ചാറല്ല കൈക്കൂലി വാങ്ങുകയും ചെയ്യും. എന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോ കൈമലർത്തി കാണിക്കുന്നു. സർക്കാർ ഓഫീസുകാർ കയ്യാങ്കളി കാണിക്കുന്നതാ. നീയും കൊള്ളു അടി, നിന്റെ വില്ലേജ് ഓഫീസറെ കൊള്ളു അടി. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സർക്കാർ ഓഫീസുകാർ കയ്യാങ്കളി കാണിക്കുന്നതാ. പോടാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ വില്ലേജ് ഓഫീസർ പറഞ്ഞാലുണ്ടല്ലോ. ശിശുപാല, എന്താ പ്രശ്നം? അത് ആ കവലയിൽ ചായക്കട നടത്തുന്ന ഗോവിന്ദനാ. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നതാ. അവന് ഭയങ്കര വരുമാനാ സാറേ. 2000 ഉലുവയ്ക്ക് എഴുതി കൊടുക്കാൻ അവന്റെ തന്തയാണോ വില്ലേജ് ഓഫീസർ? ശിശുപാല, 11 മണിക്ക് 3 മിനിറ്റ് മൗനവ്രതം ആചരിക്കണമെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഈ അക്രമം കാണിക്കുന്നത്? വർഷത്തിലൊരിക്കൽ ഒരു 3 മിനിറ്റ് ഗാന്ധിജിയെ ഓർക്കാനേ വയ്യ? എന്ന് വെച്ചാ ഒരുത്തൻ കയറി വന്ന് എന്നെ തലയ്ക്ക് വിളിക്കുമ്പോ ഞാനിവിടെ മൗനം ആചരിച്ചിരുന്നാ മതിയോ സാറേ? ശിശുപാല, വന്നയാളിന് വിവരമില്ലെന്ന് കരുതാം. പക്ഷേ ശിശുപാലൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? എനിക്ക് ജോലി എന്ന ഗാന്ധിജിയൊന്നുമില്ല. കേരള സർക്കാരാ. കേരള സർക്കാർ ഭരിക്കുമ്പോ ഞാൻ 3 അല്ല 30 മിനിറ്റ് മൗനം ആചരിച്ചോളാം. അല്ല പിന്നെ എന്താ വില്ലേജ് ഓഫീസറെ ഒരു ആലോചന? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഇന്ന് 11 മണിക്ക് 1 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഉഴപ്പി അവിടെ ഉള്ളവര്. കൃത്യം 11 മണിക്ക് വില്ലേജ് ഓഫീസ് ബഹളം. ആരോടോ ശിശുപാലൻ കൈക്കൂലി വാങ്ങിയെന്നോ അത് നടത്തി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരോട് ദ്രൗപദി ശിശുപാലൻ മെക്കിട്ട് കയറുകയും ചെയ്തു. ഗാന്ധിജിയുടെ കഥയൊക്കെ അവർ മറന്നു. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പിരിച്ചുവിടാനുള്ള അധികാരം എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം രണ്ടുപേരും വീട്ടിൽ തന്നെ. അങ്ങനെ പിരിച്ചുവിടാൻ നോക്കിയാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ എത്ര പേര് ബാക്കി കാണും? മോഹനേട്ടാ, ഇതിലൊന്നും വലിയ കാര്യമില്ല. ദ്രൗപദിയും ശിശുപാലനും മൗനം ആചരിച്ചില്ല എന്ന് കരുതി ഗാന്ധിജിയുടെ പേരിന് ഒരു കുറവ് സംഭവിക്കില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുമ്പോൾ സ്വയം ബഹുമാനിക്കുന്നു എന്നതാണ് പ്രമാണം. ഗാന്ധിജിയെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ അവർ സ്വയം ബഹുമാനിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി മരിച്ചിട്ട് വർഷം 65 കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ സൽപ്പേരിന് വല്ല കുറവുണ്ടായിട്ടുണ്ടോ? അതാണ് ഗാന്ധിജി. നീ പറയുന്നൊക്കെ ശരിയാ. എന്നാലും ഇവരെയൊക്കെ കണ്ടല്ലേ പുതിയ തലമുറ പഠിക്കുന്നത്. അവർക്ക് ഗാന്ധിജിയെ ബഹുമാനമില്ലാതെ വരില്ലേ? എത്രയൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും ഗാന്ധിജിയുടെ പ്രസക്തി ഇല്ലാതാവില്ല. പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെ ആവശ്യമുള്ള സമയം വരും. അപ്പൊ എല്ലാവരും മര്യാദക്കാരായിട്ടങ്ങ് തിരിച്ചുപോരും. എന്റെ കേസിന്റെ കാര്യം എന്താ മോഹനോട് ചോദിക്കാത്തെ? പണം കണ്ട സാറേ, ഞാൻ ആ കേസ് വാദിച്ചില്ല. മോഹനേട്ടൻ പറഞ്ഞതാ ശരിയെന്ന് എനിക്കും തോന്നി. ജാതിയുടെ മതത്തിന്റെ പേരിൽ കയ്യാങ്കളി നടത്തുന്നവരോട് ഒരു ഒത്തുതീർപ്പ് പാടില്ല. ഞാൻ ഹരിചന്ദ്ര സാറിനെ വിളിച്ച് കേസ് വാദിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സാറൊന്നും പറഞ്ഞില്ലേ? പറയാൻ പറ്റില്ലല്ലോ. കേസ് വാദിക്കാൻ മനസ്സില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ ഭയങ്കര തലവേദനയാണ്, ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെയും കേസിൽ നിന്ന് ഒഴിവായാൽ മതിയല്ലോ. ഹരിചന്ദ്രൻ സാറ് പിണങ്ങാതെയും കഴിഞ്ഞു, നമുക്ക് കേസ് വാദിക്കാതെയും കഴിഞ്ഞു.
പക്ഷേ അതിന്റെ പേരിൽ ഒരു കള്ളം പറയേണ്ടി വന്നു. ഒരു കൊച്ചു കള്ളം. പക്ഷേ ഗാന്ധിജി ജീവിതത്തിൽ എന്നും പറഞ്ഞിരുന്നത് സത്യമേ പറയാവൂന്നാണ്. ആകെ ഒരു പ്രാവശ്യം മാത്രമേ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടുള്ളൂ എന്ന് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതും തീരെ ചെറുപ്പത്തിലെപ്പോഴും. മോനേട്ടാ, അത് ഗാന്ധിജി, ഇത് നമുക്ക് ഇത്രയൊക്കെയല്ലേ പറ്റൂ. എന്നാലും നോണ പറഞ്ഞ കാര്യം വിട്. ഞാൻ കേസ് വാദിക്കാൻ പോയില്ലല്ലോ. അത് മോനേട്ടൊരു സന്തോഷമായില്ലേ? പിന്നെ ഒരുപാട് സന്തോഷമായി. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം പോയി മറഞ്ഞിരിക്കുന്നു, എവിടെയും അന്ധകാരമാണ്. മഹാത്മാവിന്റെ വിയോഗത്താലുണ്ടായ അന്ധകാരത്തെ തൂത്തെറിഞ്ഞ് ലോകം മുഴുവൻ പ്രകാശം പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായിവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.